കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, മഴ പെയ്തു, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ അത് വീണില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ക്രിസ്തുവാകുന്ന ആ കല്ലിന്മേൽ പണിതുയർത്തിയ ഭവനം എവിടെ തകരാനാ? ബന്ധങ്ങളൊന്നും ഒരിക്കലും വിട്ടുപോകില്ല. ഇങ്ങനെ എന്തൊരു ദൃഢമായിരിക്കും ആ ബന്ധം എന്നറിയാമോ? രാത്രികളിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങള് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അറിയാം ആ വീടുകളൊക്കെ. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാതെ, എത്ര പറഞ്ഞിട്ടും അനുസരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ നിസ്സഹായരായി ഇങ്ങനെ കൈയൊഴിഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. ഏതൊക്കെയോ സമയങ്ങളില് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പകരമായി മക്കളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത്, കുറ്റം പറയല്ല, കാറ്റൂതും, വെള്ളപ്പൊക്കം ഉണ്ടാവും, മഴ പെയ്യും, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും. തകർന്നു പോവാതെ വീണു പോവാതിരിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം, കുടുംബം കെട്ടിപ്പൊക്കിയേ പറ്റുള്ളൂ. അതിനാരോട് നിർബന്ധം പിടിക്കേണ്ടി വന്നാലും, അതിനാരോട് ദേഷ്യപ്പെടേണ്ടി വന്നാലും, അതിനാരെ തിരുത്തേണ്ടി വന്നാലും, അതില്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ വീഴ്ച വലുതായി പോകുന്നത്.